ഇത് കൈകാര്യം ചെയ്യുന്നത് കേരള ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ട പാലസ് ഇപ്പൊ 3 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ഇവന്റ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവന്റ്സ് നിങ്ങൾക്ക് അകത്തേക്ക് കയറണമെങ്കിൽ കയറാം. 20 രൂപയാണ് അതിന്റെ അകത്ത് കയറേണ്ട ടിക്കറ്റ്. ചായ കുടിച്ച് 200 കൊടുക്കേണ്ടി വരും. ടിക്കറ്റ് ഫ്രീയാ. ചായ കുടിച്ച് 200 രൂപ കൊടുക്കണം. 20 രൂപ ടിക്കറ്റ് ഫ്രീ ആക്കി തരുവേ. അല്ലെ, കുടിക്കണോ ചായ? അപ്പൊ ഈ കാണുന്നത് അവരുടെ ഒരു ഓഡിറ്റോറിയം ആണ്. ഇവിടെ നമുക്ക് ഇവന്റ്സ്, കല്യാണം പോലുള്ള പരിപാടികളൊക്കെ നടത്താനായിട്ട് പുറത്തു കൊടുക്കുന്നതാണ്. ഓഡിറ്റോറിയമാണ് ഗോൾഗാറ്റേഴ്സിന്റെ. 200 രൂപ ടിക്കറ്റ് ഫ്രീ. കുപ്പി ഇനി നിങ്ങൾ അവിടെ പോയാൽ 50 रुपीस कमीशन किടക്കുക. പേര് சொന്ന 50 रुपीस मुझे कमीशन मिलेगा. എവിടെന്നാ നിങ്ങൾ മലപ്പുറത്തുനിന്ന്? 50 രൂപ കമ്മീഷൻ കൊടുത്താൽ അല്ലേ? കന്നഡ അല്ലേ? കന്നഡ അല്ലേ? മംഗലാപുരം. ഈ ആ ഭാഷ നമുക്കറിയില്ല. ഒന്നെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്. ഈ കാണുന്നത് ഹൗസ് ബോട്ടാ. ഹൗസ് ബോട്ട് ഞാൻ മലയാളത്തിൽ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഹൗസ് ബോട്ടാണ്. ഇത് ലുലു ഗ്രൂപ്പിന്റെ ആണ് അല്ലെ? ലുലു ഗ്രൂപ്പ് അറിയുമോ? MA യൂസഫലി മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ലുലു ഗ്രൂപ്പിന്റെ 5 സ്റ്റാർ ഹോട്ടലാണ് ആ കാണുന്നത്. ഗ്രാൻഡ് ഹയാത്ത് എന്നാണ് ആ 5 സ്റ്റാർ ഹോട്ടലിന്റെ പേര്. 5 സ്റ്റാർ ഹോട്ടൽ മംഗലാപുരത്തൊക്കെ ഉണ്ടോ? മംഗലാപുരത്ത് 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടോ? ഇല്ലേ? 3 സ്റ്റാർ ഹോട്ടല്. 5 സ്റ്റാർ ഹോട്ടൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇത് 5 സ്റ്റാർ ഹോട്ടലല്ല നമ്മുടെ പ്രത്യേകത. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ? അതാണ് ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ സെന്റർ. ഏഷ്യയിലെ വന്ന ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആണ്. 10,000 പേർക്ക് ഒരേ സമയം എന്നാണ് ആ പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, 3000 പേർക്ക് പില്ലർലെസ് വ്യൂ ആണ് ഇതിനകത്ത്. മിഡിൽ പില്ലറില്ല അല്ലേ? 3000 പേർക്ക് പില്ലർലെസ് വ്യൂ കിട്ടുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കൺവെൻഷൻ സെന്റർ. ഒരു 2-3 ഇയേഴ്സ് ബാക്ക് നമ്മൾ ഓസ്കാറൊക്കെ ഇവിടെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. ഓസ്കാർ ഇവിടെ നടത്താനൊക്കെ ശ്രമിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ലത്. പറയേണ്ട കാരണമൊന്നും ചെയ്തിട്ടില്ല. അത്ര ഫെസിലിറ്റി ഉണ്ട്. 4 ഹെലിപാഡ്സ് ഉണ്ട് അതിനകത്ത്. സെയിം ടൈം 4 ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങും കേട്ടോ. അത്ര വലിയ കൺവെൻഷൻ സെന്റർ. പിന്നെ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടില്ലേ? ഗോശ്രീ ബ്രിഡ്ജ്. അതിന്റെ താഴെ നേരെ അറ്റം നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു ബ്രിഡ്ജാണ്. റെയിൽവേ ബ്രിഡ്ജാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ മുഴുവനായി വൈദ്യുതി കത്തിച്ച ഫുള്ളി ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജാണ്. ആ താഴെ കാണുന്നത് കാർഗോ കൊണ്ടുപോകാനായിട്ട്, കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് കാർഗോ കൊണ്ടുപോകാനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആ കാണുന്ന പള്ളി ഉണ്ടല്ലോ, ഇത് നേരെ നോക്കിയാൽ നമുക്ക് ഒരു പള്ളി കാണാം. 2 കുരിശ് നിൽക്കുന്നില്ലേ? കണ്ടോ? നീളത്തിലെ ഒരു വൈറ്റ് കളറിൽ ടവർ. അതാണ് സെന്റ് മേരീസ് ബസിലിക്ക. വല്ലാർപാട പള്ളി എന്ന് പറയും. വല്ലാർപാട തമിഴയുടെ പള്ളി. 500 വർഷം പഴക്കമുള്ള പള്ളിയാണ്. പോയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട്. അത് 500 years ഏഷ്യൻ ചർച്ച്. 500 വർഷം എന്ന് മനസ്സിലായി. ഇത് മലയാളിയാ. 500 വർഷം പഴക്കമുള്ള പള്ളിയാണ് അത്. ഞാൻ ചോദിക്കുമ്പോ മലയാളിയാണ്. ഇനി എന്റെ ആഴം അറിയണോ നിങ്ങക്ക്? അല്ലെ ചാടി നോക്കണോ? ആളെ ചാടി നോക്കണോ? പറഞ്ഞോ. പറഞ്ഞാ മതി അല്ലേ? ചാടണ്ട. ചാടണമെങ്കിൽ ചാടില്ല. അതേ പറഞ്ഞ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടാവുന്ന ചാടി നോക്കാം അല്ലേ? പേരെന്താ? എത്ര ആള്? ഇത് 12 മീറ്റർ തൊട്ട് 18 മീറ്റർ വരെയാണ് ഇവിടുത്തെ ആള്. പല സ്ഥലത്തും പല. അതിന് 18 മീറ്റർ വരുന്ന കാര്യം കപ്പൽ ചാലുണ്ട്. ഷിപ്പ് റൂട്ട്. മീതെ ഭാഗ്യം ഉണ്ടെങ്കിൽ വരും. ലക്കി இல்லைன்னா இப்ப இங்கே தானா சிலப்போ தூரம் அந்த கப்பல் இருக்கிறதும் வராம். പേരെന്താ? നെയിം ഇല്ലേ? പേരില്ലേ? ആർക്കും പേരില്ലേ?
കന്നഡയിൽ എന്തെന്നാ പേര് വെക്കുന്നത്? ಹೆಸರೇನು? ಹೆಸರೇನು? ಇದ್ದ ಹೆಸರೇನು? ദയാൻ. അപ്പൊ കന്നഡയിൽ ചോദിച്ചാൽ പറയൂ. മലയാളം അറിയൂ? മലയാളം വീട്ടിൽ പറയൂ. മലയാളം പറയൂ. ಹೆಸರೇನು? സൂറ ഫാത്തിമ. എന്താ? മുഹമ്മദ് നിഷ. ഇതൊരാളോട് സിയ ഫാത്തിമ. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളാണോ? പഠിക്കുന്ന കുട്ടികളാണോ? നല്ലപോലെ പഠിക്കോ? അല്ലെ ഇടി പിടിക്കോ? തല്ല് പിടിക്കോ? തല്ല് പിടിക്കോ? ചിരിക്കുന്നു. ഓക്കെ. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ ദൂരെ നോക്കിയാണെങ്കിൽ കാണാൻ രണ്ട് റെഡ് കളറിലെ ക്രെയിൻ കണ്ടില്ലേ? ആ സ്ഥലമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ കപ്പൽശാലയാ അല്ലെ? കപ്പൽ പണിയുന്ന സ്ഥലവുമാണ്. നമ്മൾ ആദ്യത്തെ യുദ്ധക്കപ്പൽ പണിതത് എവിടെയാണ്? INS വിക്രാന്ത്. ഫസ്റ്റ് വാർഷിപ്പ് INS വിക്രാന്ത്. ഇന്ത്യൻ ഷിപ്പ് സ്ഥലം we built that ship there. First Indian ship. Before that we were taking from outside the countries. റഷ്യന്നും ചൈന ഫ്രാൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തദ്ദേശമായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഷിപ്പാണ് INS വിക്രാന്ത് വാർഷിപ്പ്. ഇനി അവിടുത്തെ ഒരു പൈപ്പ് ലൈൻ കണ്ടോ? ഒരു പൈപ്പ് ലൈൻ പോയിരിക്കുന്ന ചെറിയ ഐലൻഡില് ഒരു ഷിപ്പ് കൂടി കിടക്കുന്നുണ്ട്. ഒരു ബ്ലൂ കളർ ഷിപ്പ് കിടക്കുന്നുണ്ടോ? അത് ഓയിൽ ബെർത്താ. അവിടെയാണ് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ക്രൂഡ് ഓയിൽ അവിടെ വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത്